ഹായ് എവ്രി വൺ. ഇന്നത്തെ റീഡിങ് നമുക്ക് നോക്കാം. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് വാണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നുള്ളതാണ്. ആ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും ഒക്കെ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ അതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്, ഒരു ചെറിയ രീതിയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. പക്ഷേ അത് ശരിയായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ, അതിനെ നർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഗ്രോത്തും സക്സസ്സും ഒക്കെ കൊണ്ടുവരുന്ന ഒന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നു, ഈ അവസരം ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റിയും സക്സസ്സും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പവറുള്ളൊരു കാര്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നു, ഈ അവസരം ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മെച്യൂരിറ്റിയും എല്ലാം നിങ്ങൾക്കുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇവിടെ പ്രത്യേകമായി പറയുന്നൊരു കാര്യം, ഒരു തീരുമാനം എടുക്കേണ്ടുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. അതായത് ഫ്യൂച്ചർ പ്ലാൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണിപ്പോഴും. നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ വിട്ട് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകേണ്ടുന്ന ഒരു സമയം. ഇപ്പോൾ എടുക്കുന്ന തീരുമാനം നിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഫൗണ്ടേഷനായി മാറും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. യൂണിവേഴ്സ് ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു തന്നിരിക്കുകയാണ്. കാരണം ആ ഓപ്പർച്യൂണിറ്റി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇനി അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഡിസിഷൻ അത് നിങ്ങൾ തന്നെ എടുക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പറയുന്നത്, ആ തീരുമാനം എടുക്കുന്നത് ഒരിക്കലും ഒരു ഫിയർ ബേസ്ഡ് തീരുമാനമായിരിക്കരുത്. നിങ്ങളുടെ ഒരു വിഷൻ ബേസ്ഡ് തീരുമാനമായിരിക്കണം നിങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കേണ്ടുന്നത് എന്നും യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ, രാജി.